ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ആത്മീയമായ പക്വതയും വിശ്വാസത്തിൻ്റെ ധൈര്യവും ഒക്കെ വളരെ എടുത്തു പറയത്തക്ക കാര്യം തന്നെയായിരുന്നു. വിശ്വാസത്തിൽ വളരെ സമ്പന്നനായിരുന്നു, ധീരതയുള്ളവനായിരുന്നു, എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ഒരു വ്യക്തിയായിരുന്നു, വിശുദ്ധന്മാരോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായിരുന്നു. ഇങ്ങനെ അനവധി ഗുണങ്ങൾ പ്രിയനെക്കുറിച്ച് എനിക്ക് പറയുവാനുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് എങ്ങനെയും തന്നെ ഒന്ന് അവസാനമായി ഒന്നുകൂടെ കണ്ടിട്ട് പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ രാവിലെ വരുവാനായി തീർന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ അതിശ്രേഷ്ഠമായ ജീവിതം നയിക്കുവാൻ സാധ്യമല്ല. എന്നാൽ താൻ കണ്ട ദൈവം വലിയവനായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അതിൽ ദൈവം ആരംഭിച്ച പ്രവൃത്തി നന്നായിട്ട് ചെയ്ത് തികച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അവളുടെ ശിഷ്ടായിരുന്ന സമയത്തും പുള്ളിക്കാരിയെക്കുറിച്ചും അതുപോലെ തന്നെ പറയുവാനുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അവർ മരിച്ച സമയത്ത് കടന്നു വരുവാനും കാണുവാനും ഒക്കെ ദൈവം ഇടയാക്കി തീർത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ അനുകൂലമായിട്ടുള്ള സ്നേഹബന്ധം വളരെ അടുത്തൊരു ബന്ധമായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. മിക്കവാറും വിളിക്കുകയും സംസാരിക്കുകയും പല കാര്യങ്ങളിൽ അവയൊക്കെ ചെയ്യുമായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിന് എനിക്ക് കൊടുത്ത അതിശ്രേഷ്ഠമായ ജീവിതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷം ദൈവകൃപ ഒരു വ്യക്തിയെ എത്രമാത്രം മാറ്റുമെന്നുള്ളത് എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് ദൈവം സാധിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താൻ ഏത് ലക്ഷ്യത്തോടും കൂടെ ഇറങ്ങി പുറപ്പെട്ടോ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വലിയവനായ ദൈവം തനിക്ക് ഭാഗ്യം കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരിക്കലും ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ദൈവസന്നിധിയിൽ ചെല്ലേണ്ട സ്ഥലത്ത് ഏറ്റവും നല്ലൊരു പ്രതിഫലം പ്രാപിക്കുവാനായി ദൈവസന്നിധിയിലേക്ക് താൻ കടന്നുപോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ദുഃഖത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും ഒക്കെ പാതയിൽ കൂടെ കടന്നുപോയപ്പോൾ വളരെ ധൈര്യത്തോടെ, വിശ്വാസത്തിൻ്റെ ധൈര്യത്തോടെ, ഉറപ്പോടെ നിൽക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. അത് സാധാരണക്കാർക്ക് കഴിയാത്തൊരു കാര്യമാണ്. മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഭയവും നിരാശയൊക്കെ ഉണ്ടാകും. എന്നാൽ എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. വളരെ ധൈര്യത്തോടെ, പ്രത്യാശയോടെ ദൈവസ്ഥാനം പ്രവേശിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം കൊടുത്തല്ലോ. സ്തോത്രം. ദൈവം നമുക്ക് ഈ ലോകത്തിൽ അല്പസമയം തന്നിരിക്കുന്നു. മരണം ഏത് സമയമാണെന്ന് നാം ആരും അറിയുന്നില്ല. ദൈവം നമുക്കായി ഒരുങ്ങുന്ന സമയത്ത് നാം ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടി വരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ എവിടേക്ക് പോകുന്നു എന്നുള്ളതായ ഒരു ഉറപ്പ് ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. ഒരേ ഒരു ജീവിതം മാത്രമേ മനുഷ്യൻ നൽകിയിട്ടുള്ളൂ. ചുരുങ്ങിയ കാലം ആ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതായ ആത്മീയ അനുഗ്രഹം പ്രാപിച്ച് സത്യദൈവത്തെ കണ്ടെത്തി നിത്യജീവിതത്തിൻ്റെ അവകാശികളായി തീരുവാൻ നമുക്ക് ഏവർക്കും ഇടയായി തീരട്ടെ. വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മക്കളെ, അവരുടെ കുടുംബങ്ങളെ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ എല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് ഞങ്ങളുടെ നല്ല ദൈവവും പിതാവുമായി കൂടെ ഞങ്ങളെ നടത്തിയ എല്ലാ നല്ല വഴികൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പുത്രനിൽ ദൈവം ആരംഭിച്ചതായ മനോഹരമായ പ്രവൃത്തി ചെയ്തത് വെച്ച് കർത്താവെ ഇതിൻ്റെ അവകാശത്തിലേക്ക് തന്നെ ചേർത്തതിനായി സ്തുതിക്കുന്നു. രോഗമില്ലാത്ത, കഷ്ടമില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത, പുറവിളിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ആ സൗഭാഗ്യകരമായ അനുഭവം പ്രാപിപ്പാൻ ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. എൻ്റെ വിശ്വാസ ജീവിതം ആരംഭിച്ച നാൾ മുതൽ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ചേരുന്നതുവരെയും കർത്താവിൻ്റെ അത്ഭുതമായ കൃപയിൽ ദൈവം സൂക്ഷിച്ചതിനായി സ്തോത്രം. വിശ്വാസത്തിൻ്റെ പരിശോധനകളിലെ പരീക്ഷകളിൽ, കഷ്ടങ്ങളിലെ പോരാട്ടങ്ങളിലെല്ലാം ദൈവം കൃപ കൊടുത്ത് അവസാനത്തോളം വിശ്വസ്തയോടെ കർത്താവിനെ പിൻപറ്റുവാൻ കർത്താവ് ഇടയാക്കിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്ന ആ മഹൻ സുദിനത്തിൽ കർത്താവെ സ്തോത്രം. പ്രിയാത്തിന്റെ മകനും തേജസ്സേറിയ ശരീരത്തോടുകൂടെ കർത്താവിനെ മധ്യാകാശത്തിൽ എടുക്കപ്പെടുവാൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ളതായ ആ വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവെ ആ പ്രത്യാശയാൽ എല്ലാ ഹൃദയങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കണമേ. കർത്താവെ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ ദിവസത്തെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹോദരങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. എല്ലാവരെയും ദൈവം ദൈവികാശ്വാസം കൊണ്ട്, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ ഞങ്ങൾക്ക് ലഭിക്കുന്ന അല്പകാലം കർത്താവിന്റെ ഹിതം ചെയ്ത് കർത്താവിനെ പൂർണ്ണമായി പ്രസാദിപ്പിച്ച് നശിച്ചു പോകാത്ത നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവരെയും സഹായിക്കണമേ. കർത്താവെ സ്തോത്ര ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി ഞങ്ങൾ വിളിച്ചോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ നാമത്തെ എല്ലാത്തിലും മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ.